ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പട്ടായയിലെ ഡേ 2 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളായത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. യെസ്, ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം വൈകാതെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തി. ആഹാ, കണ്ടപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ചെന്ന് കയറിയത് ഒരു ഷോപ്പിംഗ് ഏരിയയിലാണ്. അവിടെ ഒന്നും നിന്ന് തിരിയണ്ട എന്ന് പറഞ്ഞ് റാമ പിടിച്ച് വലിച്ച് എന്നെ കൊണ്ടുപോയത് ഫുഡിൻ്റെ ഏരിയയിലേക്കായിരുന്നു. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. അവിടെ പോയി ഞങ്ങൾ ആദ്യം തന്നെ കഴിച്ചത് കോക്കനട്ട് പാൻ കേക്ക്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തൊക്കെയോ 2-3 തരം പാൻ കേക്ക് കഴിച്ചു. നല്ല മൈൽഡ് സ്വീറ്റിൽ നല്ല രസമുള്ള പാൻ കേക്ക്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജ്യൂസ് കുടിച്ചു. നമ്മൾ മാംഗോ ജ്യൂസും ലിച്ചിയും അങ്ങനെ 2-3 തരത്തിലുള്ള ജ്യൂസൊക്കെ കുടിച്ചു. വയറെന്താവുന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ കുടിച്ചു. പിന്നെ നമ്മൾ കഴിച്ചത് സ്പൈറൽ പൊട്ടറ്റോ. അറിയാലോ, ഇവിടെ കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. എനിക്ക് ചിക്കനൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കഴിച്ചത്, സ്പൈറൽ പൊട്ടറ്റോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. ചുറ്റിലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഫുൾ കറങ്ങി അടിച്ചു. കാര്യമായിട്ട് ഷോപ്പിങ്ങൊന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണെങ്കിൽ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കില്ല. അപ്പോൾ അവിടെ ഈ ഒരു സർവീസും കൊണ്ട് ഉണ്ടെങ്കിൽ ബോട്ടിൽ അവർ ഫുൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൂറൊക്കെ ചെയ്യിപ്പിക്കും. നമ്മൾ അതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ പോയത് ഒരു മെയിൻ ഏരിയയിലേക്കായിരുന്നു. നമ്മുടെ ഇൻസെക്റ്റും നമ്മുടെ ക്രോക്കഡൈലൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത്. എന്തായാലും അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ബട്ട് ഈ ഒരു സാധനം വാസ് എ മസ്റ്റ് ട്രൈ ഐറ്റം. നമ്മുടെ മൈദയിൽ എന്തൊക്കെയോ ബനാന എഗ്ഗൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചൊരു അടിപൊളി ഐറ്റമായിരുന്നു. പിന്നെ നമ്മളതൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ 4 സുന്ദരികൾ നല്ല അതിമനോഹരമായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറൽ ആർട്ട് ഫോമാണ്. അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അടിപൊളിയായിട്ട് ചില്ല് ചെയ്തിരുന്നു ഗൈസ്. സൂപ്പർ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പട്ടായയിൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നേരെ പോയത് എവിടേക്കായിരുന്നു? ടെർമിനൽ 21. അപ്പോൾ എൻ്റെ തലയിൽ കാണുന്ന ആ ഓറഞ്ച് ആ ഒരു ബോ ഇല്ലേ, അത് ഞാൻ അവിടെ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ ടെർമിനൽ 21 വന്നു. ടെർമിനൽ 21 മെയിൻ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. അതിനുള്ളിൽ നമുക്ക് ഒരുപാട് 100 ബാത്തിനൊക്കെ നല്ല 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 ടോപ്സ് ഒക്കെ കാണാം. ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഷേപ്ഡ് ഒരു മോളാണ്. ഉള്ളിലും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മെയിൻ ഷോപ്പിംഗ് ഏരിയ ആണ് പോയി നോക്കിയത്. കുറച്ചൊക്കെ ഷോപ്പ് ചെയ്തു. കാരണം നാട്ടിലേക്ക് കൊണ്ടുപോയുള്ള ചോക്ലേറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ അപ്പോഴത്തേനും രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്തായാലും ഈവനിങ് ആയി, 6:37 ആയി. പിന്നെയും നമ്മളിവിടെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ റൂമിൽ തിരിച്ചു പോയിട്ടില്ല. ഞങ്ങളിന്ന് ഫുൾ പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറങ്ങി നല്ല ടയർഡാണ്. എന്നാലും നമ്മൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മൾ ജോംടൈൻ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്യാഫേയിൽ ചില്ല് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണും വരയ്ക്കും. ബൈ ബൈ ഗൈസ്.